എവിടെ നമ്മളെ വീട്ടിലോട്ട് സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കാ ആണോ? ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ, ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഒരു 12:30 ഒക്കെ കഴിഞ്ഞു. നമ്മൾ 12:30 അല്ല 11:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നിച്ചുവിൻ്റെ പല്ലൊന്ന് കാണിക്കാനാണ്. ഞങ്ങൾക്ക് ചെറിയ പല്ലിൽ കുറച്ചായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഒരു കുഞ്ഞി പല്ല്, ഇത് പൾബക്ടമി ചെയ്തതാണ് കേട്ടോ. കുട്ടികൾക്ക് ഈ റൂട്ട് കനാലിൽ ചെയ്യുന്നവർ പറയുന്നതാണ് പൾബക്ടമി. അപ്പോൾ ചെയ്തതാണ്. അപ്പോൾ അവിടെ നിച്ചുവിൻ്റെ ഡോക്ടർ നമ്മൾ ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഈ പല്ലൊക്കെ വന്ന് തുടങ്ങുന്നതുകൊണ്ട് പിന്നെ ആ പല്ലിന് ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുക്കേണ്ടതാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ മേലെ നിന്ന് പല്ല് വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ പല്ല് നമ്മൾ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ പല്ലിന് വരാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി കുറച്ച് മുന്നേ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സമയങ്ങളിലും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചെറിയ പെയിനൊക്കെ നിച്ചുവിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പല്ല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേടുമുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു പല്ല്, അടപ്പല്ല്, ഒരു പല്ല് പോന്നു കണ്ടോ, ഗ്യാപ്പിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ വേറെ എങ്ങാനും ഉണ്ടോ, അത് എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലത്തെ പരിപാടി ഇതാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് കേട്ടോ. ഇപ്പോൾ 2 days ആയി, 2 days അല്ല, തേഴ്സ്ഡേ ആണ്. അപ്പോൾ 1 day കഴിഞ്ഞു, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇവിടെ വെക്കേഷൻ എന്ന് പറഞ്ഞത് നിച്ചുവിൻ്റെ UKGയിലെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല നിച്ചുവിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് റീഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച്. അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ നിച്ചു കണ്ടത് ഈ ഒരു ബോർഡാണ്. പിന്നെ കുറേ നേരം അതിലായി നിച്ചുവിൻ്റെ വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. പറഞ്ഞു വന്നത് നിച്ചുവിൻ്റെ സ്കൂൾ റീഓപ്പൺ ചെയ്തത് April 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ റീഓപ്പണിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന്. അതിന് ശേഷമാണ് ഇങ്ങനൊരു കോള് വരുന്നതും സ്കൂൾ റീഓപ്പണിംഗ് ഒക്കെ നടക്കുന്നതും. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. സ്കൂൾ റീഓപ്പൺ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ ഉൾപ്പെടെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. കാണിച്ചു കൊടുക്കുക, മാമിന് കാണിച്ചു കൊടുക്കുക. ആ കൊമ്പ് അവിടെ ഉണ്ടെങ്കിൽ ഈ പല്ല് മേളിൽ കയറി വരുമോ? ആ കൊമ്പ് ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കുമോ ഇവിടെ രണ്ടും? അപ്പം ആ 2 കൊമ്പ് പറയാൻ മാറ്റി കേട്ടോ. കുറച്ച് വലിയ കുഴപ്പമില്ല, അതൊക്കെ ഞാൻ കൂട്ടി പറഞ്ഞോളാം കേട്ടോ. കേട്ടോ, അതാണ് ശരിയല്ലേ? ഇല്ലേടാ ഇതോ എടുക്കട്ടെ? ആ കേട്ടോ, ഇനി ചെയ്യുന്നില്ല കേട്ടോ. ഇനി കുറച്ച് ചെയ്യുമെന്ന് പറഞ്ഞാലോ ഞാൻ ചെയ്യില്ല. അതുകൊണ്ടാ ബെനിഫിറ്റ് ചെയ്താൽ പോലെ മരുന്ന് കഴിച്ചില്ലേ നമ്മള്, അതുകൊണ്ടായിട്ട് അപ്പൊ വേറെ ആണെങ്കിൽ ഞാൻ ഇനി പോകുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കയ്യിലൊരു സ്റ്റിക്കർ കിട്ടിയതൊക്കെ കാണിച്ചു തരാറുണ്ട്. നിച്ചുവിൻ്റെ ടീത്ത് ഇവിടെ തന്നെ കവിത ഡോക്ടർ അടുത്താണ് കാണിക്കാറുള്ളത്. പൾബക്ടമി ചെയ്തത് ഇവിടെയാണ്. നിച്ചു ഇവിടെ കംഫർട്ടബിളും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ എടുത്തു നിച്ചുവിൻ്റെ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ഇൻഫോ പാർക്ക് റോഡിൽ കയറിയിട്ടോ. ഇവിടെ മെട്രോൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഐസ്ക്രീം വാങ്ങണം. 1/2 hour കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഐസ്ക്രീം കൊടുക്കണം. ആ ഒരു മരവിപ്പൊക്കെ വിടണം. അതിനൊക്കെ വേണ്ടിയിട്ടും ഞങ്ങൾ ഇൻഫോ പാർക്ക് റോഡിൽ കയറി. മെട്രോൻ്റെ പണി നടക്കുവാണ് കേട്ടോ ഇവിടെ. ഇത് കുറച്ച് കഴിയില്ലേ പണി കംപ്ലീറ്റ് ആയി വരാനൊക്കെ? 2-3 കൊല്ലമൊക്കെ എടുക്കും. മുന്നേയൊക്കെ നമ്മൾ വരുമ്പോൾ, നമ്മളിപ്പോൾ ഈ റൂട്ട് വന്നിട്ട് കുറേ ആയി. മുന്നേയൊക്കെ വരുമ്പോൾ ഈ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പണി. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ നിച്ചുവിൻ്റെ ഇവിടെ ഉയർത്തിരിക്കുന്നുണ്ട്. അത് മരുന്ന് വെച്ച് മരയിപ്പിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. കുറ്റി ഉണ്ടായിരുന്നു, വേരുണ്ടായിരുന്നു. അപ്പോൾ വേരെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇച്ചിരി വീർത്തിരിക്കുന്നുണ്ട്. അതേപോലെ മരവിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഐസ്ക്രീം ഒക്കെ വാങ്ങുന്നത്. ഇനി കുറച്ച് ഐസ്ക്രീം കഴിക്കാം. അതേപോലെ ഇന്ന് ചൂട് ഉള്ള ഐറ്റംസ് ഒഴിവാക്കണം, പിന്നെ കട്ടി ആഹാരം ഒഴിവാക്കണം. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ സൈഡിൽ കുറേ കടകളുണ്ടായിരുന്നു ആദ്യമൊക്കെ വരുന്ന സമയത്ത്. ഇവിടെയുള്ള കടകളൊക്കെ കുറേ കടകൾ നമ്മൾ വന്നുകൊണ്ടിരുന്ന മുന്നേ വരാറുള്ള കടകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഷോപ്പുകളൊക്കെ കുറേയൊക്കെ അടച്ചു, ആള് കുറവായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഐസ്ക്രീം വാങ്ങി, സ്കീ ഐസ്ക്രീമാണ് വാങ്ങിയത്. അപ്പം നിച്ചുവിന് കിവിയുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് വാങ്ങിയത് നിച്ചുവിന് കുറച്ച് കഴിയുമ്പോൾ ഒരു ½ കഴിയുമ്പോൾ ഐസ്ക്രീം കൊടുക്കണം. ഇങ്ങനെ ഒരു ബോട്ടിൽ ഐസ്ക്രീം ബോക്സിൽ ഐസ്ക്രീം വാങ്ങി. നിച്ചുവിന് ഹാപ്പി ആയോ? ഐസ്ക്രീം കഴിക്കാമല്ലോ ഒന്ന്. താഴെ കളിക്കാൻ തല അനങ്ങാൻ പാടില്ല, വെയിലത്ത് ഇറങ്ങാൻ പാടില്ല. ഓക്കെ, മതിയോ? ഇരുന്നോണ്ട് കളിക്കുന്ന കളി കേട്ടോ. ലൂഡോ കളിക്കാം. വേദന കുറവുണ്ടോ നിച്ചു? വേദന ഇല്ലല്ലോ, മരവിച്ചിരിക്കുക. കുറവുണ്ടോ? അടിക്കാൻ പറ്റുന്നില്ല, പനി വെച്ചോണ്ട്. അപ്പാനോട് കഴിയട്ടെ, മാറ്റി. മതിയോ? എത്ര എസ് വേണം? 100 എസ് വേണോ? കിവിയുടെ കിവിയല്ല മുത്തേ, ഇത് കമ്പനി കിവിയുടെ വാനില ഐസ്ക്രീം. ഇത് കഴിച്ചോ ഫസ്റ്റ്? ഐസ്ക്രീം അടിപൊളിയാണോ? ഫോട്ടോ ക്യാമറമാൻ ഇവിടെ നോക്കിയേ നിച്ചുകുട്ടാ, ഇവിടെ നോക്കിയേ. പല്ലിന് വേദന ഉണ്ടോന്ന് പറ. ഇപ്പൊ ഓക്കെ ആയോ? നമുക്ക് പോവാ. വാ, അമ്മ ഹെയർ കെട്ടിത്തരാം. നമുക്ക് പുറത്ത് പോയിട്ട് വരാം. വാ. അതല്ലേ ആ കളർ, ബ്ലൂ കളർ അതല്ലേ? എന്നെടുത്തോ. ടേക്ക് 1. അതിൻ്റെ അത് നോക്കട്ടെ. വലിയ സൈസ്, വലുതാണ്, വലിയ പാക്കറ്റാ. എത്രയാ അത്? അതാണ് ഏറ്റവും